നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പിടിവലി നമുക്ക് ഇവിടുന്ന് കിട്ടുമെന്ന്. കാർത്തിക് അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് ആയത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ സത്യാമ്മ വാങ്ങിച്ചു കൊടുത്തത്. നമ്മൾ ഇവിടേക്ക് വരുമെന്ന് അറിഞ്ഞ നിമിഷമാണ് കാർത്തിക് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത്. അല്ല, ഇത്ര കൃത്യമായിട്ട് പറയാനുള്ള കാരണം എന്താ മാഡം? വേഗത്തിൽ ഇവിടെ നിന്നുള്ള ഷിഫ്റ്റിംഗ്. അതില് ബ്രേസ്ലെറ്റ് താഴെ വീഴാലോ. അല്ലെങ്കിൽ കാർത്തിക ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തിരക്കി വരുന്നവരെ ധരിപ്പിക്കാൻ കാർത്തിക തന്നെ ഇതിവിടെ ഊരിയിട്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, കാർത്തിക ജീവിച്ചിരിക്കുന്നു. മധുശ്രീക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട്. ഇനി എന്താണ് മാഡം അടുത്ത നീക്കം? ഇനിയാണ് കാര്യങ്ങൾ വേഗത്തിൽ പോവേണ്ടത്. പിന്നെ താമസിക്കുന്ന നമുക്ക് വേഗം തന്നെ പുറത്തേക്ക് പോവാം. വന്ന് ഞാനൊരു പ്രൈവറ്റ് CID ആയിട്ട് മാറുമെന്ന എന്റെ ഒരു പേടി. വേണ്ടി വരും ജഗദീപേ. നമുക്കിനി ഇതും കൊണ്ട് കോടതിയിലെത്തണം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് പണികൾ കൂടി തീർക്കാനുണ്ട്. കാർത്തിക് ജീവിച്ചിരിക്കുന്നു എന്നതിന് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് തെളിവായി ഹാജരാക്കാവുന്നതാണ്. പക്ഷേ ഇത് മാത്രം കാണിച്ചുകൊണ്ട് കോടതി വിശ്വസിക്കോ? ഇത് കിട്ടിയിരിക്കുന്ന സ്ഥലം മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും രഹസ്യ സങ്കേതമല്ലേ? അർജുനേട്ടനത് ഭംഗിയായി പ്രസന്റ് ചെയ്യാൻ പറ്റിയ നമുക്കത് വലിയൊരു തെളിവായി മാറും. ഹലോ മാഡം. അനു, കാർത്തികയെ ഒളിപ്പിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി. പക്ഷെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് കാർത്തിക അവരവിടെ നിന്ന് മാറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും മാഡം? അവിടെ നിന്നും കാർത്തികയുടെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവായി കല്യാണ ദിവസം അണിഞ്ഞിരുന്ന ഈ ബ്രേസ്ലെറ്റ് നമുക്ക് കോടതിയിൽ ഹാജരാക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ബ്രേസ്ലെറ്റിന്റെ ഫോട്ടോ അനുവിനൊന്ന് അയക്കാം. ഒരു ജ്വല്ലറിയുടെ ഡീറ്റെയിൽസും. അനു അതിന്റെ ഓണറുമായിട്ടൊന്ന് സംസാരിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ കളക്ട് ചെയ്ത് അയച്ചു തരണം. അനു ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നീക്കണം. കഴിയുമെങ്കിൽ സ്വർണ്ണക്കടക്കാരനെയും അയാളുടെ കടയിൽ നിന്നും വാങ്ങിയ ഈ ബ്രേസ്ലെറ്റും നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. മാഡം ഫോട്ടോ ഇട്ടോളൂ, ഞാൻ ഇപ്പൊ തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യാം. ശരി അനു. ശരി മാഡം. മാഡം, നമ്മളിപ്പോ എങ്ങോട്ടായി പോകുന്നത്? നമുക്കിനി ഇതും കൊണ്ട് കോടതിയിലെത്തണം. നമ്മൾ ഈ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ ഇനി കാണേണ്ടവരെ മറ്റാരൊക്കെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജ്യോതി. ഈ കേസിൽ വിഷ്ണുവേട്ടൻ നിരപരാധിയാണെന്ന് ഈശ്വരനറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാ നമുക്ക് കിട്ടിയ ഈ ബ്രേസ്ലെറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആളും നമ്മളുമായി സഹകരിക്കുകയാണെങ്കിൽ അതും നമുക്ക് കോടതിയിൽ ഗുണമാവും. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാ തടസ്സങ്ങളും അതിജീവിക്കും. അല്ലാതെ മറ്റൊരു വഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.